ശ്രീരാമനാമം ജപസാരസാഗരം. രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡം പുണർച്ച കാലനേമീവധം എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം. ചെന്നിരുന്നാൻ മുനി വേഷമായി ദർശനെ കാണായിതാശ്രമം മായ വിരചിതം, നാനാമുനി ജനസേവിതമായതും ശിഷ്യജന പരിചാരക സംയുത മുഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെ ഒരാശ്രമമെന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കേണമെൻ മനോവിഭ്രമമല്ലല്ലി, നാനാപ്രകാരവും താപസാനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം. ദ്രോണാജലം രഘുപുങ്കവാനുഗ്രഹാലിത്തം യുദ്ധം നിരൂപിച്ചൊരു യോജനായതം. പാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം. ദ്രോണാജലം രഘുപുങ്കവാനുഗ്രഹാലിത്തം നിരൂപിച്ചൊരു യോജനായതം. വിസ്താരമാണ്ഡമായ ആശ്രമം രംഭപനസഖർജൂര കേരാമൃതി സമ്പൂർണമത്യച്ഛതോയവാഭിയുതം. കാലനേമിത്രിയാമാചരനും തത്ര ശാലയിൽ സദസ്യാദികളോടും ഇന്ദ്രയോഗം ദൃഢമമ്മാറനുഷ്ഠിച്ച് ചന്ദ്രകൂടപ്രസാദം മരുത്തിയിടുവാൻ. ഭക്ത്യാ ശിവ പൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനം സാപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടഞ്ചകൾ പ്രാണതനയനുമിങ്ങനെ ചിന്തിച്ചാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം ഭവനജാനഞ്ജന നന്ദനൻ. രാമകാര്യാർത്ഥമാക്ഷിരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതോ ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തിരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യ ദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതോ സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവി പുങ്കവാൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതു മമദാഹമതോ കൊണ്ടുപോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ജൊന്ന നേരത്തുമായ വിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്ര നിമീലിനം ചെയ്തു പാനീയവും വിത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാ നിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുത. കണ്ണു മടച്ചു വാവി തടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ കുടുങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയാകി ആയ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നു കളവാനൊരും പെട്ട നേരത്ത് കണ്ണു മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരോ മകരിയെ ഹസ്തങ്ങൾ കൊണ്ടോ പിളർന്നാൻ കബീവരൻ.
ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേഹിയും എന്ന പോലെ തദത്യത്ഭുതം. ദിവ്യരൂപത്തോടു നാരിമണിയെയും ജയദോഹരാംഗിയാമപ്സര സ്ത്രീമണി വാദാത്മജനോടു ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കബീവര. മുന്നാമൊരപ്സരത്രീ ഞാനൊരു മുനി തന്നെ ശാപേര രാക്ഷസിയായതും ധന്യമാനീതിമേ നാമം മഹാമതേ മാന്യനം നീയിനെയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിത് താപസദേവനു ദേവഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണ പർവ്വതം പ്രാപിച്ച് ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാത വംശാമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരാവീര കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയം കാലനേമി തന്നന്തികെ ചെന്നാനവനോടു ചെന്നാനസൂരനും വന്നിടുവാനിത്ര വൈകിയാതെന്തടോ. കാലമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ജൈവനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ജൈക രക്ഷനായി വന്നുകൂടും ഭവൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവോരോത്തമംഗേ കബീവരൻ ഒന്നടിച്ചാലതു കൊണ്ടവനും തഥാ ചെന്നു കേടിനാൻ ധർമ്മരാജാലയം. ക്ഷീരാർണവത്തെയും തരുണാജലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധവാസമൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടതീർത്തിടിനാൻ വമ്പടയ്ക്കന്നേരം. കൊണ്ടനേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നാമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായെങ്കിലെങ്ങനെ രാത്രിഞ്ചര ബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്താരനന്തരം. കുന്നോമെടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാനര നിമിഷം കൊണ്ട് പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർവാരാനിധിയിലിട്ടേടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. കുംഭനികുംഭവധം. രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കട നായകന്മാരോടു ചൊല്ലിനാനർക്കതനായനോ മംഗതനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്കാ മുറിക്ക മതിലുകൾ വയ്ക്കാഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ. കൂപ തടാകങ്ങൾ തോർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവർ ഇന്നുമുണ്ടെങ്കിലോ. വെന്തു പൊറഞ്ഞാൽ പുറത്തു പുറപ്പെടുമന്തകൻ വീട്ടിൽ നയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്നു ചേരൂതരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുരാർമ്യഗ്രഹങ്ങളും കാസീസ കാഞ്ചനരൂപ്യതമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായ ധനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്തനോടൊങ്ങറിയിപ്പാനതു അനാകുലം. മാരുതി ചൊട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരൂതരച്ചാകയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും
ഗോത്രാരിജിത്തും ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുജാനാഥ ഘോഷവും ആനകൾ വെന്തലേറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതോ ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള ബിംബം കലർന്നെടുത്താൽ കവിവീരരും രാത്രിയിലാത്തങ്ങടുത്തു പോരും നേരം രാത്രിഞ്ചരന്മാർ തെരുതരെ ചകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റോ പിടിച്ചു മടിച്ചു മിടിച്ചു ഏറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചു മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയെടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ഠദായം ഭാര്യനന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം ബിംബേ തുടർന്നങ്ങടുത്താൻ പ്രജഘനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതോ നേരമംഗതൻ കൗണവന്മാർ മൂവരോടും പൊരോധീക്ഷീണനായി വന്നിതോ ബാലീതനായനും മൈന്ദനുമാശും വിനീതനുമായി തത്ര വന്ദേതരം വന്നടുത്താരതോ നേരം കൊന്നാൻ പ്രജംഘനെ താരേയനുമത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതോ ശോണിത നേത്രനെയോ മത മൈന്ദനം യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനായി നക്തഞ്ചര വരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പനം വാനരന്മാരൊക്കെ മണ്ടിനാൻ സുഗ്രീവനും തേരിലം മാറുചാടി വീണുഗ്രതയോടവൻവിൽ കളഞ്ഞിടിനാൻ മുട്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ വാരാനിധിയും കലങ്ങി മറഞ്ഞതിലൊഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജന മധു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരീഖവുമായുടൻ സംഹാര രുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജാനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിയിലടിച്ചാൽ നികുംഭനും മാറിൽ പാരിൽ നുറുങ്ങി വീണു തൻ പരീഖവും ഉത്തമംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായോരോ ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താർ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈര്യം ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജനം മകരാക്ഷനോടന്യൂന ഗോപേന ചെന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യ സമേതം പുറപ്പെട്ടു സന്നാഹമോടും അടുത്തൂരണങ്കണേ പന്നകാതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരൻ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാർ ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും
തൽപാണി തന്നിൽ ഇന്നൊരു ജാപവും ഇരുന്നൊരു ജാപവും തേരും പൊടി പെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ട് പരമടുത്ത മകരക്ഷനെത്തതാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടു തീർത്തിടിനാൻ രാവണീതാനേതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരുദാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുമ്പടി പരിചാരകന്മാരോട് കൂടി പുറപ്പെട്ടാൻ അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്നം പണിഞ്ഞു ചൊല്ലിയിടിനാൻ ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപുരം പൊക്കിരുന്നരുളിടുക സന്താപമുണ്ടാകരുതിതു കാരണം മായാസീതാവധം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്ര ചെന്നുകാകുസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കബീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ ദുടാനന്ദം വരുത്തുന്നതെത്ര നാളേക്കോ പൊറുക്കേണമിങ്ങനെ ബ്രഹ്മാസ്ത്രമെയ്ത നിശാചരന്മാർ ഉന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്നവാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാതികെ വന്നു വീഴുന്നവരോടും പൈതാഹമസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലായിലേവനും ഞാനിവനോട് പോർ ചെയ്തവനെല്ലാരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടോരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിതോ വാനര വീരരെല്ലാവരും കൺകവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേ ദിവാ വിട്ടുമയ്യൽ മിഴിയാൾ മുറ വിളിച്ചിടിനാൾ ചോരയും പാരിൽ പരന്നീതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ ശോഭയില്ലേതും നമുക്കിനെ യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വരാം നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുത നന്ദനൻ ചെല്ലുന്നതോ കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പോരിൽ പുറന്തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദന പാർക്കരുതേതുമേ ഇത്തമാകർമ്യാവിധി സുതനും കവി സപ്തമന്മാരുമാ ചെന്നു ലഘൂതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മരുതാത്മജൻ ചൊല്ലിനാൻ ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ലേ ഞാൻ ഉണ്ടോരവസ്ഥകൾ ഉണ്ടായിട്ടതെപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം പോരിക നീയും അങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമേ പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചോരകുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തുയർത്തിയിടിനാൻ മന്നവൻ തൻ പദമഞ്ജന പുത്രനും ഉത്സംഗസിന്നി ചേർത്താനതോ കണ്ടു നിസ്സംജ്ഞരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ച വീടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാരുതീശ്വര മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യിണ കൊട്ടിച്ചിരിച്ചോ വിഭീഷണനയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തെങ്കലാരുമുണ്ടായി വരാ
മായാനിപൂണനം മേഘനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകേൾ മർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നു പൊക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരു പായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലാകിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കാതയാനിധേ. ലക്ഷ്മണനുമടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടള വാലസ്യവും തീർന്നു മന്നവൻ പോവാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്ത് കൃതാർത്ഥനായ ശ്രീരാമഭദ്രരും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്നനുഗ്രഹം നൽകിനാൻ. മേഘനാഥവധം. ലക്ഷ്മണനോടു മഹാകവിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലനിന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനദനും വീരൻ പ്രമാധി ശതബലിജാംബവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലി പുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവായൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭുല പൊക്കു മറഞ്ഞിതു. നപ്തഞ്ചര വരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായടുത്തോ കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസ വീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചറ്റ കറ്റിയൊഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും കൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭുലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠത തീർന്നു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞിലെ ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുത നന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്ത ദിവനിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ ദുകീടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെ ഈടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതാൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും. രാക്ഷസ ജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നു നിന്ന ദേവ ചൊല്ലാവോ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് വാർത്ത കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോക പ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനം നീ കുലത്തെ ഒടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയുക നീ. വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലീപുര നായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതേതോ മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊള്ളല്ലായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞോരു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും
100 ശരമെയ്തു വാനര വീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ വാണം മഴ പൊഴിയും മണ്ണ് ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരാമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതീ സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂങ്ങിനാൻ. പിന്നെ 3 അമ്പെയ്തതും അതും മുറിച്ചിടിനാൻ. മന്നവൻ ഭക്തി കണ്ട ആത്മജാൻ അന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പൊക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സാഗരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള ഉണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീര പുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തര തോണിയിൽ വന്നു പൊക്കോ ശരം. ഭൂമിയിൽ വീണു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും. നഷ്ടന്തു മാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരീക്ഷിച്ചാലുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങൾ 1000 വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനു അന്നേരം. ശങ്കാവിഹീനം ഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കുപ്പിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തു രാഘവാനൂഢമോദം മുകർന്നിടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചരോളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണേ യുദ്ധേ മരിച്ചതോ കാരണം രാവണൻ താനും മരിച്ചനറിയുക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താവിനീദശഗ്രീവനും. രാവണ വിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടോരു രാവണൻ. വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാര വീര മനോഹര. വർക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതും ദുഃഖമീതെന്തു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിടുമാറായതോ. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതു കൊണ്ടു ഞാൻ. കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖൽഗവും ചിരിച്ചലേറിത്തത്ര നിർഗമിച്ചേടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനം രാവണനെ കണ്ടു ഭീതയായത്രയും വേഭതുഗാത്രിയായി. ആ രാമ രാമ രാമേതി ജപത്തോടുമാ രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാഷൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പൂരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്തനം.
ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യ വന്ദ്യനം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രതസ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നു എത്രയോ ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തമ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോമയ സാർദ്ധം വിരവോട് പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുഭാഷൻ പറഞ്ഞതു യാതു താനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയോ മാസ്തയ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി ഉഷ്ടരോഷം പുറപ്പെട്ടിതോ പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റള ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ തിന്നു പോർ ചെയ്താന ഭേദമാൻ നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു എയ്തെയ്ത് ഭിന്നമാക്കിയിടിനൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർദ്ധതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. രാവണ ഹോമ വിഘ്നം. ശക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയം മർക്കട വീരരോ മർക്കാന്നയോത്ഭൂതനാകിയ രാമനും. ഒക്കെയൊരുമിച്ചു വാരുധീയം കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ ഏകാകിയായിതോ. സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാലിതി. വിജ്ഞാപിതമായ ശുക്രമുഖാമുനി രാവണനോടുപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതി രഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്ക നിന്നു പുറപ്പെടും ബാണതോണീരജാവാശ്വരധാദികൾ വാനവരാലും അജയ്യനം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകെന്നോടു സാദര മന്ദരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ. പന്നക ലോക സമാനമായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമം ഹവ്യഗവ്യാധിഹോമായ ദ്രവ്യങ്ങൾ അത്ര സമ്പാദിച്ചു കൊണ്ടവൻ. ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൻ ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു. തൽഫലം പ്രാർത്ഥിച്ചു മാനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉത്ഥിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാം. ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാമവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായച്ചിടുക സാമോദമാശു കവികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിയിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം. പുരാപാലകരെയും കൊന്നു വർക്കട വീരരൊരുമിച്ചനാകുലം വാരണ വാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാത്സരമ നിജകര സംജ്ഞയ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹദ്വാര ബന്ധന പാഷാണമാമയ ഹീനം പൊടിപെടുത്തങ്കദൻ. തത്ര ഗുഹയിലകമ്പുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും
സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെയൊരിക്കലേ ഹോമിച്ച് ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതു കൊണ്ടു സത്വരം ക്രീഡയ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതോ ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാം. മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്തനിവിയായി കഞ്ചുകഹീനയായി വിശ്രസ്ത്രയായി വിലാപം തുടങ്ങിയിടിനാർ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതോ ദൈവമേ, നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കബീവരാൽ എന്നെ തലമുടി ചുറ്റി പിടിപെട്ട് വാരിയിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതുപോലെ പരിഭവമോർക്കിൽ ജലമതേ. എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തൊന്നു ദുർമതേ. ജീവിതാശാദേ ബലിയസി മാനസേഹാവിധി വൈഭവമെത്രയോ അത്ഭുതം. അർത്ഥം പുരുഷനോ ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവാളെ പിടിച്ചത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതും ഉത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലവനുതൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യ വിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നുതൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതോ കണ്ടു തുങ്ക ശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയുമയ ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമാമശേഷം മുടക്കി വയമെന്നുത രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാർ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാന വിനാശനം ശോകമറിയുക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളാലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ശോകഭയക്രോധ ലോഭ മോഹസ്പൃശ രാഗഹർഷാദിജരാ മൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങളഖില ജന്തുക്കൾക്കും അജ്ഞാന സ്വരൂപനാത്മാപരനദ്വയനാനന്ദപൂർണ സ്വരൂപനേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലോ ഒരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്ങൾ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ടോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വത മനോ തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരഘോരമന്തരം പൃഷ്ഠേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം കൈനഖം കൊണ്ടു പിളർന്നതും. 3 അടി മണ്ണു വലിയോടിയാചിച്ചു മൂലോകവും 3 അടിയായളന്നതും. ക്ഷത്രിയരായി പിറന്നോരസൂരന്മാരെ യുദ്ധേ വധിപ്പതിനാജമാതഗ്നിതൻ പുത്രനൻ രാമനാമത്തെ ധരിച്ചതും. പൃഥ്വിപതിയായ രാമനിവൻ തന്നെ
മാർത്താണ്ഡ വംശേ ദശരഥ പുത്രനായ ധാത്രി സുധാപരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്നോ ധരിക്കനേ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീയവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ നിർലജ്ജനാകയാൽ മൂഢ ജലപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക, രാമനെ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ടോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ട പരാക്രമൻ ചൊന്നാനതു നേരം പുത്രമിത്രമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ, ഭാവേച്ഛവണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവൻ. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരും പെട്ടുബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സംഗമത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരുധി പോലെ പരന്നു വരുന്നത്ര മാരുതി മുമ്പം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തുവാകേടുന്നതോ കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനര വീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതേതുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കേടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകെ വരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിടിനാർ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങെത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമാചമഞ്ഞിതു സംഗ്രാമം. ഭൂമിയും എന്തോരു വൈഭവം അന്നേരം. എന്നോടു തന്നെ പൊരുന്നിതു രാഘവാൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരു പോലെയാകുധാനാവലിയോടൂര് കുത്തമൻ. അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലാതുമേ. വാസര രാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസ വീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാടിയും കൂളികളും കബന്ധങ്ങളും കാളനിഷേധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമവണ്ണം. രാമചാപത്തിൻ മണി തന്നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനും നാരദനും തഥാ. രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ടോ നിശാചര മേദിനി തന്നിൽ വീണേടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്ക തനയനും മാരുതപുത്രനും മറ്റുള്ള കാനര വീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം. മർക്കട നായകന്മാരോടരുൾ ചെയ്തിത ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനും മൊഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസ രാജ്യം മുഴുവൻ അതുനേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താത സഹോദര നന്ദന വല്ലഭാനാഥ നമുക്കവലംബനമറിയോ. വൃദ്ധനായേറ്റം വിരൂപയായുള്ളോരനക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വ്യർത്ഥിച്ചു വന്നിതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമിതിൽ പരം വെപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശുകുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ കരാതിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ.
സിദ്ധമല്ലാകിൽ വിഭീഷണൻ ചൊല്ലിനാൽ മത്തനായെന്നതും ധിക്കരി ചേടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നിന്നായി വരുമവൻ. നീജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവൻ പണ്ടു തന്മല്ലായ്മ ചെയ്തതും എല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മലീയാത മടക്കിനാൻ ഏറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പിടിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജനദ്വേഷമുണ്ടീവന് ആരെയുമില്ല കൃപയും ഒരിക്കലും. മഹാപാപി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. യുദ്ധം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും. ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങളുണ്ടായതിനാദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാമ്പലമെന്നിയെ വാനര വീരരും. രാക്ഷസരോടെതിർത്താലതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചര വീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിലുഗ്രമം വണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരാജനും. കൊന്നതു കണ്ടു വിരൂപാവിലോചനൻ ചെന്നിതു വാടും പരിചയും കൈക്കൊണ്ട് കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കബീരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനും മഥ വെട്ടിനാൻ വാനര നായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ പറ്റെന്നു കാരാപുരം ബുക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താർ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്താർ മഹാപാർശ്വനും. അംഗദൻ കൊന്നവനെയായി മന്നേരം പൊങ്ങും മിഴികളോടാശരാധീശ്വരം ഓർമ്മതത്തോടു മടുത്തു കവികളെ താമശാസ്ത്രം കൊണ്ട് വീഴ്ത്തിയിടിനാനുഴിയിൽ. രാമനോ ഐന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമശാസ്ത്രത്തെയും. അപ്പോൾ ദശാനനാസുരമസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായി ദാശു കവികളും. വാരണസൂകുര കുക്കുട ക്രോഷ്ടുകന്നാര ആരമേയോരക സൈരിഭവായസ വാനരാസിംഹ ഒരു മൃഗകാക ഗൃധ്രാനനമായി വരും ആസുരാസ്ത്രാത്മകം. മുദ്ഗര പട്ടസശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവഗ്നേയ മാത്രമെയ്താൻ മനോവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യമഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളാ ചെന്നു ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രം എന്നാൽ പേദരായുധം കാണായി തന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതീനയും ശാന്തമാക്കിയിടിനൻ മാനവ വീരനും. സൗര്യാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും കണ്ടിച്ച നേരമാ കണ്ഡല വൈരിയും ചണ്ഡാകരാംശു സമങ്ങളം ബാണങ്ങൾ പാഞ്ഞു 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവ്. ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൻ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണൻ 7 ശരങ്ങളാലൂക്കോടു തക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമേതു ദൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗദ കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ. ഭൂതലെ ചാടി വീണാശുപേർ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു.
ബാണങ്ങൾ 3 കൊണ്ടെയ്തോ മുറിച്ചിതോ വീണിതോ 3 നുറുങ്ങി മഹീതലെ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരു വേൽ. കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പൊക്കു ബാണങ്ങളെയ്തിതു. നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ. നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു ഭീഷണനെത്തതാ. രക്ഷിക്കിൽ നിന്നു നിന്നെ പുരരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും എന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നോ പറഞ്ഞു വേഗേന ചാട്ടിയിടിനൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ മിത്രസ്ഥനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണിതു കണ്ടുള്ളിൽ മാൽ കൊണ്ട് രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ. തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടനുൽക്കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനായനുഷേണ ജഗൽ പുത്രാദികളോടരുൾ ചെയ്തിരാതരാൽ. ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനെ രക്ഷിച്ചുകൊൾവിൻ വിഷാദിക്കരുതേതും. ദുഃഖ സമായമില്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ. കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖനായതു. രാവണനുപത രാഘവാനും കൂടെ മേവുക ഭൂമിയിലില്ലെന്നുള്ളതിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം. മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദീപങ്ങളും സപ്താംബുധികളും സപ്താജലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരീജു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവനായ ആയുധപാണി എന്നാകിൽ നിസ്സംശയം. ദേവാസുരോരകാചാരണ താപസരേവരും കണ്ടറിയണം മമാബലം. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശ്വരും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകി തുടങ്ങിനാൻ. രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരി ചൊരിയുന്നതു പോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആധി മുഴുത്തു രഘുകുലനായകൻ. താരേയദാതനോടിവൻ ഏവമരുൾ ചെയ്തു ധീരത ഇല്ല യുദ്ധത്തിനേതും മമ. ഭൂതലെ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും. വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കൽപ്പുമില്ലാതെ ചമഞ്ഞോ നമുക്കിഹ. നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നിലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലാത്ത തീർന്നിപ്പോൾ ഉണരുമവരജൻ എന്നുണർത്തിച്ച അനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നെ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക. ചെന്നോ മരുന്നതും കൊണ്ടുവന്നിടിനൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ. ആലസ്യവും തീർന്നു തെളിഞ്ഞോ വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കബീവരൻ മുന്നം ഇരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടു രാജയിതു കുമാരനോ മുന്നു തിരുമനസിങ്കലുണ്ടാകണം.
സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാമിവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടോ രഘുത്തമൻ രക്ഷോവരനോടതിർത്താനജിദ്രുതം. തേരോമൊരുമിച്ചു വന്നു ദശാസ്യനെമ്പോരിനു രാഘവനോടെതിർത്തിയിടിനാൻ. പാരിൽ നിന്നിക്ഷ്വാകു വംശാതിലകനും തേരിൽ നിന്നാശര വംശാതിലകനും പോരതി ഘോരമായി ചെയ്തോരു നേരത്ത് പാരാമിളപ്പം രഘുത്തമനുണ്ടെന്ന്. നാരദനാദികൾ ചൊന്നതു കേൾക്കയായി പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമാസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന്നോഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നെ ഇഴഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്രനാ ശാസനയ കൈട കൊണ്ടിതു. തേരതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലമ്മാറുകാരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലമ്മാറൊന്നു നോക്കി ദശാനനൻ വേപഴ പോലെ ശരങ്ങടൂകിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമേതിയിടിനാൻ. രാക്ഷസാമസ്ത്രം പ്രയോഗിച്ചതന്നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡാമസ്ത്രമെയ്തോ രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങളേതോ കൊടിയും മുറിച്ചു കളഞ്ഞിതോ വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തേർ തട്ടി നിൽക്കും വിധൗ കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതോ കാലാപുരത്തെ നയപ്പാനിനി എന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും. അസ്ത്രങ്ങൾ കൊണ്ടു തട പുറഞ്ഞോർത്തുടൻ വൃത്രാരി തന്നെ ദേരേലിരുന്നൊരു ശക്തിയെടുത്തയച്ചോ രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ച് ഇടിച്ചാർത്തനായി പോരിയിലൊഴിച്ചു നിർത്തിയിടിനാൻ അന്നേരം. ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോടു ചൊല്ലിയിടിനാൻ. എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്ധനായി ഞാൻ അത്ര ദുർബലനാകയോ. കൂടലാരോടെ തീർത്താൽ ഞാനൊരുത്തനോടോടിയൊളിച്ചവാർ എന്ന് കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്ക് നീ രാമനു നീയതി ബാന്ധവാൻ എന്നറിഞ്ഞേനകം. ഇത്തം നിശാചര വീരൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമന സ്നേഹമുണ്ടായിട്ടുമല്ല സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു. ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനെ പോരിനടുക്കണമെന്നു കൽപ്പിച്ചതേ. സാരഥി താനറിയണം ഭാരതന്മാരുടെ സാധവും വാജികൾ നാദവും. വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞോ രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു. എന്നതു കേട്ടു തെളിഞ്ഞത രാഘവനൊന്നു രാവണനെന്നു പുണർന്നൊരു കൈവളയും കൊടുത്തന്നിനെ തേരെടുത്താശു കൂട്ടിയിടുക. പിന്നോക്കമില്ലിനെയൊന്നു കൊണ്ടോമിടോ. ഇന്നോടോ നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയുക നീ. സൂതനും തേരതി വേഗേന കൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങരി അടുത്തിതോ രാമനും. തങ്ങളിലേറ്റ മണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ രാഘവൻ തേരിറങ്ങി നിന്നിടിനാൻ. ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നോരെ കൂകുലനാഥനോട് ആനന്ദ
നന്ദാമിയെന്നരുൾ ചെയ്തീതഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിതു ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നുപോമാപത്തു മറ്റുള്ളവയോ മകന്നുപോം. ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ്സു സൽകീർത്തി വർദ്ധനം. നിത്യമാദിത്യ ഹൃദയമം മന്ത്രമേതുത്തമം എത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരഗാചാരണ കിന്നര താപസ ഗുഹ്യഗായക്ഷരക്ഷോ ഭൂത കിം പുരുഷാപ്സരോ മാനുഷദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിഗ്ഗരി വൃന്ദവും വാരണഭക്തനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും മുരക സമൂഹവും വാരമാസർത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യനം വേദാത്മകനിവൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ദുഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിത സമസ്ത ലോകക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണതൻ ലോക ശിശിരാരി ഘോരതിമീരാരി ലോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനോ ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനൻ അശ്വൻ സകലേശ്വരൻ സുപ്താജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കനരുണനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതനുദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസോ വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭോ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണീ ദിനമണി പുണ്ടരീക പ്രബോധപ്രദമധ്യമാം ദ്വാദശാത്മാ പരമാത്മാ പരാപര ആദിദേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദ വിനാശനൻ കേവലാത്മാ വിദോനാദാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ ധ്യാനിച്ചുകൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകായ നമോ നമ ചിന്താമണേ ചിദാനന്ദായ ദേ നമ വിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദം കാന്തിരൂപായ തേ നമ താവരാജംഗമാചാര്യായ തേ നമോ ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമ സത്വപ്രധാനായ തത്വായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാദരോ വാന്തേ മരുവിനാൻ